സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോയുടെ വളരെ ദൈർഘ്യമേറിയ ഒരു പ്രഭാഷണമാണ് ഇതിലെ പ്രധാന പ്രമേയം. വിശുദ്ധ മത്തായി ഈശോയുടെ 5 നീണ്ട പ്രബോധനങ്ങളാണ് തൻ്റെ സുവിശേഷത്തിൽ വിശദീകരിക്കുന്നത്. അതിലൊന്നാമത്തത് മലയിലെ പ്രസംഗമാണ്. രണ്ടാമത്തതാണ് ഈ 10-ാം അധ്യായം മുഴുവനും. 10-ാം അധ്യായത്തിൻ്റെ കേന്ദ്രബിന്ദു ഈശോ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യവുമായി അയക്കുന്നതാണ്. 2 പേരായിട്ടാണ് ഈശോ ശിഷ്യന്മാരെ അയക്കുന്നത്. അങ്ങനെ അയക്കുന്നതിന് കാരണമുണ്ടായിരുന്നു. 2 പേരുടെ സാക്ഷ്യം സത്യമാണ് എന്ന് നിയമപുസ്തകത്തിലുണ്ട്. രണ്ടാമതായി, സാൻഹെദ്രീൻ സംഘാംഗങ്ങൾ അവരുടെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് സന്ദേശവാഹകരായി അയച്ചിരുന്ന 2 പേരെയാണ്. 2 പേരാകുമ്പോൾ അന്യോന്യം സഹായിക്കാനും യാത്രാ സംഘങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ചറിയാനും സഹായകമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈശോ ശിഷ്യന്മാരെ 2 പേരെ ആയി അയക്കുന്നത്. ഇനി ഈ സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന ഈ സുവിശേഷ ഭാഗത്ത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഈശോ പ്രേക്ഷിത ദൗത്യം അവരെ ഏൽപ്പിച്ചിട്ട് പറയുന്നു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. രണ്ടാമത്, അവരോട് വ്യക്തമായ ഭാഷയിൽ പറയുന്നു, സുവിശേഷം പങ്കുവയ്ക്കപ്പെടുമ്പോൾ അവർക്ക് പീഡനങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും. അപ്പോൾ ആ പീഡനങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നു. മൂന്നാമത്, സുവിശേഷം സ്വീകരിക്കുന്നവരുടെ ഇടയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന ഭിന്നത. നാലാമത്തത്, ഇത്തരം പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോഴും ധൈര്യപൂർവ്വം സുവിശേഷത്തിന് നിർഭയം സുവിശേഷത്തിന് സാക്ഷ്യം നൽകൂ എന്ന ആഹ്വാനം. അഞ്ചാമത്, ഈ സുവിശേഷം സ്വീകരിക്കുകയും സുവിശേഷം തിരസ്കരിക്കുകയും ചെയ്യുന്നവർക്കുണ്ടാകുന്ന പ്രതിഫലമെന്ത്? അവിടെ നിന്ന് വ്യക്തമായിട്ട് പറയുന്നു, ജനങ്ങളുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അപ്പോൾ അങ്ങനെ ഒരു താക്കീതോടുകൂടിയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. നമുക്കിനി ആരംഭ ഭാഗത്തിലേക്ക് വരാം. ഈശോ പറയുന്നു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അത് അവിടെ നിലനിന്നിരുന്ന ഒരു പഴഞ്ചൊല്ലായിരുന്നു. ആ പഴഞ്ചൊല്ലിലൂടെ ഈശോ ഒരു വ്യക്തമായ ധ്വനി നൽകുന്നുണ്ട്. വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ ഇടയ്ക്കത്തേക്കാണോ നിങ്ങളെത്തപ്പെടുന്നത്, അവിടെ നിന്ന് നിങ്ങൾക്ക് പീഡനങ്ങളുണ്ടാകും. 2 വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പഴഞ്ചൊല്ല് അവിടെ ഉപയോഗിച്ചിരുന്നത്. ആ പഴഞ്ചൊല്ലെടുത്ത് ഈശോ ഈ 2 വ്യത്യസ്ത സ്വഭാവങ്ങളെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകുന്നവരുടെയും അത് സ്വീകരിക്കാൻ പോകുന്ന ആ സമൂഹത്തിൻ്റെ സ്വഭാവത്തെ എടുത്ത് കാണിക്കുകയാണ്. വീണ്ടും ഈശോ പറയുന്നു, സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിങ്ങൾ നിഷ്കളങ്കരുമായിരിക്കണം. സർപ്പം വിവേകമുള്ള ജന്തുവാണ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഇവിടെ ഈശോ സൂചിപ്പിക്കുന്ന ഇതാണ്, ലോകക്രമത്തെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ച് വിവേചന ബുദ്ധിയുള്ളവരായിരിക്കണം സുവിശേഷ പ്രഘോഷകരെന്നാണ്, അഥവാ ക്രിസ്ത്യാനികൾ എന്നാണ്. രണ്ടാമത്, നിഷ്കളങ്കത എന്നുള്ള പദം അതിൻ്റെ ഗ്രീക്ക് റൂട്ടിൽ നമ്മൾ കാണുന്നത്, അതിൻ്റെ അർത്ഥം ഇതാണ്, നോട്ട് മിക്സ് സിംഗിൾ മൈൻഡഡ് എന്നാണ്. അതായത് കപടതയില്ലാത്ത, ഋജുബുദ്ധിയുള്ള, നേർരേഖയുള്ള മനസ്സുള്ളവർ എന്നാണ്. അപ്പോൾ സുവിശേഷ പ്രഘോഷകർ കാപട്യചിത്തരോ മറ്റുള്ളവരെ ചതിക്കുന്നവരോ ആകരുത് എന്നാണ് ഈശോ പറയുന്നത്. മനസ്സിൽ നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്നവരാകണം. നിങ്ങളുടെ ഉത്തരം അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്ന് ഈശോ ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ. ഇനി നമ്മൾ കാണുന്നു, ഈശോ പറയുന്നു, നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ നിങ്ങൾ ഹാജരാക്കപ്പെടും. സഹോദരൻ സഹോദരനെതിരെയും പിതാവ് പുത്രനെതിരെയും തിരിയും. എന്തുകൊണ്ടാണിത്? അതിന് കാരണം ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. അന്നുവരെ നിലവിലിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിക്കും മതചിന്തയ്ക്കും എതിരായിരുന്നു സുവിശേഷം.
എന്താണ് അതിൽ വൈരുദ്ധ്യമായിരുന്നത്? ആ വൈരുദ്ധ്യം ഇതായിരുന്നു: ഉടമയും അടിമയും എന്ന് സമൂഹം വേർതിരിക്കപ്പെട്ടിരുന്നു. അടിമകളും ഉടമകളും ഉണ്ടായിരുന്ന ഒരു ലോകത്ത് സുവിശേഷം പറയുന്നു എല്ലാവരും സഹോദരങ്ങളാണെന്ന്. അത് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടാക്കി. അടിമ ഉടമയുടെ ഉടമയ്ക്ക് പാദസേവ ചെയ്യണമെന്നുള്ളതാണ് നിയമം. അപ്പോൾ സുവിശേഷം പറയുന്നു, ഇതാ യജമാനൻ ദാസനെ പോലെയാകണം. ഈശോ കാലുകഴുകിയതുപോലെ അധികാരികൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന്. ആർക്കാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ദരിദ്രൻ ദൈവത്തിൻ്റെ ശാപം പേറിയവനായിരുന്നു എന്നതാണ് ചിന്ത. അപ്പോൾ സുവിശേഷം പറയുന്നു, ദരിദ്രന് നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിനാണ് ചെയ്യുന്നത്. ആ കാലം കേൾക്കാത്ത ചിന്തയായിരുന്നു, ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിന്തയായിരുന്നു അത്. ശത്രുവിനെ ഹിംസിക്കണം, വധിക്കണം എന്നതാണ് ആ കാലത്തിൻ്റെ ചിന്ത. ദൈവം അവതാരമെടുക്കുന്നത് പോലും സംഹരിക്കാനാണ്, ശത്രു സംഹാരത്തിനാണ് എന്ന ചിന്ത നിലനിന്നിരുന്ന കാലത്താണ് ശത്രുവിനെ സ്നേഹിക്കണം എന്ന ചിന്തയുമായി സുവിശേഷം കടന്നു ചെല്ലുന്നത്. ആർക്കൊക്കെയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അങ്ങനെ ആ ലോകം അതുപോലെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്ന ചിന്ത പുലർത്തപ്പെട്ടിരുന്ന ലോകത്ത് തെറ്റ് ചെയ്തവനെ മാനസാന്തരത്തിലേക്ക് നയിച്ച് വീണ്ടെടുക്കണമെന്ന ചിന്തയുമായി സുവിശേഷം ചെല്ലുന്നു. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന സാമൂഹിക ക്രമത്തിന് നിയമ സംവിധാനത്തിനും എതിരാണ്. അതുകൊണ്ടാണ് നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ അവർ ഹാജരാക്കപ്പെട്ടത്. കാരണം നിയമം പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടവരായിരുന്നു. നിയമലംഘനത്തിന് ശിക്ഷ നൽകേണ്ടവരവരായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷകരെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ എത്തിച്ചത്. അവരുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതിന് കാരണം അതാണ്. നീ സഹോദരൻ സഹോദരനെതിരെയും പിതാവ് പുത്രനെതിരെയും തിരിഞ്ഞത് എന്തുകൊണ്ടാണ്? ആദിമസഭയിൽ ഈശോയുടെ അനുയായികളും യഹൂദമതത്തിൻ്റെ ഉറ്റ അനുയായികളും ഒരേ കുടുംബത്തിലുണ്ടായിരുന്നു, ഒരേ സമൂഹത്തിലുണ്ടായിരുന്നു. യഹൂദമതത്തിൻ്റെ നിയമങ്ങളിൽ കർക്കശ ബുദ്ധി പാലിച്ചിരുന്നവർക്ക് ഈശോയുടെ ശിഷ്യന്മാർ സ്വന്തം സഹോദരനോ പിതാവോ പുത്രനോ ആണെങ്കിലും അത് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു. അത് ഭോഷത്വമായിട്ട് അവർ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തന്നെ ഇങ്ങനെ ഈശോയിൽ വിശ്വസിച്ചവരെ തള്ളിപ്പറഞ്ഞിരുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ, അന്ധനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തി. അപ്പോൾ അവർ ചോദ്യം ചെയ്യും, മാതാപിതാക്കൾ തന്നെ ഈ മകനെ തള്ളിപ്പറയാണ്, കാരണം സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കപ്പെടും. അപ്പോൾ അതാണ് ഈശോ സൂചിപ്പിക്കുന്നത്, സഹോദരനെതിരെയും പിതാവ് പുത്രനെതിരെയും തിരിയുമെന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നു, ഈശോ അവരോട് പറയുന്നു, നിർഭയം നിങ്ങൾ സാക്ഷ്യം നൽകൂ. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് ഇസ്രായേലിലെ പട്ടണങ്ങൾ നിങ്ങൾ സഞ്ചരിച്ച് തീരില്ല. ഇത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടവന്ന ഭാഗമാണ്. ഇവിടെ ഈശോയുടെ ആഗമനം ആ കാലഘട്ടത്തിലെ ആദിമസഭയിലെ ആളുകൾ പെട്ടെന്ന് സംഭവിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. കാരണം ഈശോ പറഞ്ഞതെല്ലാം അതേപടി സംഭവിച്ചു. കുരിശിൽ മരിക്കുമെന്ന്, വധിക്കപ്പെടുമെന്ന് പറഞ്ഞത് അതേപടി സംഭവിച്ചു. സംസ്കരിക്കപ്പെടുമെന്ന് പറഞ്ഞത് സംഭവിച്ചു. എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതും അതേപടി സാക്ഷാത്തായി സംഭവിച്ചു. അതുകൊണ്ട് വീണ്ടുമുള്ള അവിടുത്തെ ആഗമനം അവിടുന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് സംഭവിക്കുമെന്ന് അവർ കരുതി. അതുകൊണ്ട് മാറാനാത്ത കർത്താവേ വേഗം വന്നാലും എന്നുള്ള പ്രാർത്ഥന ഉരുവിട്ടവർ കാത്തിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് മനുഷ്യപുത്രൻ്റെ ആഗമനം എന്നുള്ളത് 2 തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒന്ന്, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുള്ള ദൈവപുത്രൻ്റെ ആഗമനം എന്ന് പറയുന്നത് മരണമാണ്. രണ്ടാമത്തത് അന്ത്യവിധിയാണ്, അല്ലെങ്കിൽ യുഗാന്തമാണ്. അപ്പോൾ ഈ 2 തരത്തിലാണ് ആ ഭാഗത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. എല്ലാത്തിനും ഇഫ് ദർ ഈസ് എ ബിഗിനിങ് ദർ ഈസ് ആൻ എൻഡ് എന്ന് പറയുന്ന പോലെ, ആരംഭമുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ. ഒരു മലയുണ്ടെങ്കിൽ ആ മലയുടെ അപ്പുറം ഒരു താഴ്വാരമുണ്ട് എന്ന് പറയുന്നത് പോലെ ലോകത്തിന് ഒരവസാനവുമുണ്ട്. അന്ത്യവിധി. നിരീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അതിനെതിരായിട്ട് ചിലപ്പോഴൊക്കെ സംസാരിച്ച് നമ്മൾ കാണാം. ഓർക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു കമൻ്റാണ്.
അദ്ദേഹം നിരീശ്വരവാദികളെക്കുറിച്ച് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു കോൾ ദം, ഇൻവൈറ്റ് ദം ഫോർ എ ഡിന്നർ, ആൻഡ് ആഫ്റ്റർ ഐ വിൽ പ്രൊവൈഡ് ദം വിത്ത് എ സമഞ്ച്വസ് ഡിന്നർ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ask them, do you believe that there is a cook behind it? ഞാൻ ഈ നിരീശ്വരവാദികളെ ഒരു വലിയ വിരുന്നിന് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവർക്ക് വളരെ മനോഹരമായിട്ടുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, ഇതിൻ്റെ പിന്നിൽ ഒരു കുക്കുണ്ടെന്ന്, ഒരു പാചകക്കാരനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പോൾ ഈ വചനഭാഗം ഈ രണ്ട് തരത്തിൽ യുഗാന്തത്തെക്കുറിച്ചും തനത് വിധിയെക്കുറിച്ചുമുള്ള വ്യാഖ്യാനത്തിലാണ്. നമുക്ക് ഇതിൻ്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രായോഗിക പാഠത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ പറയും, നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും. നാം എപ്പോഴെങ്കിലുമൊക്കെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നുണ്ടോ? നാം ലോകമെങ്ങും ചുറ്റി നടന്ന് സാക്ഷ്യം നൽകണ്ട, നമ്മുടെ കുടുംബത്തിലെങ്കിലും നമുക്ക് സാക്ഷ്യം നൽകാനാകുന്നുണ്ടോ? സുവിശേഷത്തെക്കുറിച്ച് പറയാനാകുന്നുണ്ടോ? നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, പഴയ തലമുറയ്ക്ക്, നമ്മുടെ മാതാപിതാക്കന്മാർക്ക്, കാരണവന്മാർക്ക് അങ്ങനെ ഒരു സാക്ഷ്യത്തിൻ്റെ മണിക്കൂറില്ലായിരുന്നു. സന്ധ്യാസമയങ്ങളിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവർ സുവിശേഷം പറഞ്ഞിട്ടില്ലായിരുന്നോ? നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരും നമ്മുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ കവിളിലൂടെ കണ്ണീരൊഴുകി ചാലുകീറി പാടുവന്നിരുന്നുവെന്ന് അവർ പറഞ്ഞു തന്നിരുന്നല്ലോ. ഒരു സുവിശേഷ മണിക്കൂർ, മതബോധന മണിക്കൂർ അവർക്കുണ്ടായിരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ഗീവർഗീസിൻ്റെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും ഒക്കെ ചരിത്രം നമ്മൾ പുസ്തകം വായിച്ചല്ലോ ആദ്യം പഠിച്ചത്. ഈ മാതാപിതാക്കന്മാർ പറഞ്ഞു തന്ന വർണ്ണാഭമായ കഥകളിലൂടെയല്ലേ. ആ മണിക്കൂർ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രൈസ്തവ സംസ്കാരം ദുർബലമായി പോകുന്നത്. ഇന്ന് സത്യമായി പറഞ്ഞാൽ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ സുവിശേഷം സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗം പറയുന്ന പ്രായോഗിക പാഠം അതാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കും.